ഈ നൈസ് ഇതിൽ 10 കിലോ വരെ പെടുന്ന പറയണത്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സംഭവം സെറ്റ് സാധനമാണ് അല്ലേ? അവിടെ വില കൊണ്ട് സാധനം അപ്പോൾ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയുണ്ട്, മഴയത്ത് നിന്നിട്ടാണ് പരിപാടി, വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ ഞരമ്പ് മേടിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നമ്മുടെ ടൗണിൽ പെട്രോൾ പമ്പ് ശകുന്തളയല്ലേ അവിടെ ശകുന്തള ജംഗ്ഷൻ്റെ തൊട്ടിപ്പുറത്ത് അവിടെയാണ്, കടയിലാണ് സാധനം നമ്മൾ മേടിക്കാൻ വന്നിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് മീൻപിടുത്ത സംബന്ധമായിട്ട് സകല കുലാതി സാധനങ്ങളുള്ള ചേട്ടായിയാണ്. അപ്പോൾ നമ്മളവിടെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് 35 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ് ഞരമ്പുകൾ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരും വേറെ വന്നിരിക്കുന്നു. അപ്പോൾ അവർക്കും മേടിക്കണം പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഞരമ്പുകളും കാര്യങ്ങളൊക്കെ മീൻ പിടിക്കാനുള്ള പരിപാടിക്ക് മേടിക്കാൻ പോവാണ്. മേടിച്ചിട്ട് നമുക്കത് വെച്ചിട്ട് നല്ലൊരു സ്രാവല്ല, നമുക്ക് കട്ടലിനെ പിടിക്കാം. നമ്മുടെ അവിടെ പുഴയും തുടക്കയിലുള്ളൂ, കടലാണ് പറഞ്ഞാൽ നമുക്ക് സ്രാവിനെ പിടിക്കാം. അപ്പോൾ നമുക്ക് വലിയ മീൻ പിടിക്കാനുള്ള പരിപാടിയുമായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഞരമ്പ് മേടിക്കാം കേട്ടോ. ഇതെല്ലാം വന്നിട്ട് 60 സൈസ് ഇതാണ്. സൈസ് ഇത് നല്ല ബലമുള്ളതാണ്. ബലമുള്ളതാണ്. നൈസായിരിക്കും, നല്ല ബലം ഉണ്ടാവും. നല്ല ബലം ഉണ്ടാവും. ഇത് അതേമാതിരി ഇപ്പോൾ ഇതെല്ലാം വളരെ നൈസാണ്, ആണ് നല്ല ബലം ഉണ്ടാവും. വൈബൻ നിറമാണ് സംഭവം. ഒരുപാട് ഐറ്റം ഉണ്ട്. ഇത് കളർ ഞരമ്പ് അല്ലേ? നമ്മട്ട് വന്നിട്ട് ഡിഫറെൻറ്റ് ഐറ്റങ്ങളാണ്. 70 സൈസാ? 70 പിന്നെ ഇതെന്താ സാധനം? അത് ഇതാണ് വല നെയ്യാണല്ലോ അല്ലേ? ടോട്ടലുള്ളൂ. അത് വന്നിട്ട് 60 സൈസ്. അത് ചേട്ടായിമാരെ അവർ കുറെ കാലമായി എന്ന് പറഞ്ഞിട്ട് അവർ ചൂണ്ടയും കാര്യങ്ങളായിട്ട് അവിടെ കച്ചവടം തുടങ്ങിയിട്ട് നമ്മൾക്കിതിനെ കുറിച്ച് വലിയ വശമില്ല. നമ്മൾ വിചാരിച്ച് നിസ്സാരമായിട്ട് കണക്കാക്കിയത്. അവരതൊന്നുമല്ല, അവർ 30-35 കൊല്ലമായി അവർ തുടങ്ങിയിട്ട് അവിടെ സ്ഥിരം കച്ചവടവും കാര്യങ്ങളും ഉള്ളതാണ്. പുള്ളിക്കാരൻ കുറച്ച് തമിഴൊക്കെ സംസാരിക്കുന്നത്, തമിഴ്നാട്ടിലുള്ള ആളാണ് തോന്നുന്നത്. അവർ പുത്തൂര താമസിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്. അവിടെ വല മുതൽ മീൻ പിടിക്കുന്ന സാധനങ്ങൾ മുതൽ ഈയക്കട്ട അല്ലെങ്കിൽ അതുപോലുള്ള ഏതാണ്ടൊക്കെ സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അവിടെ ഉണ്ട്. ഓരോരുത്തരും വന്ന് മേടിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോഴേക്കും ഓരോ ടീമുകൾ, ഒരു 5-6 ടീമുകൾ വന്ന് ഓരോന്നോരോന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ മഴയും കൂടി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അധികം റിസ്ക് എടുത്ത് അങ്ങോട്ട് പെട്ടെന്ന് ധൃതി കൂട്ടാൻ നിന്നില്ല. നമ്മൾ സൈഡ് അങ്ങോട്ട് മാറി നിന്നു. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്ന് പോണു, ഓരോരോ സാധനങ്ങളൊക്കെ മേടിക്കണു, പോണു, ഓരോരുത്തർ സെലക്ട് ചെയ്ത് നല്ല നല്ല സാധനങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആളെടുത്ത് നല്ല അടിപൊളി സാധനം നോക്കി ചോദിച്ചപ്പോൾ അവർ വളരെ വൃത്തിയായിട്ടുള്ള നല്ല സാധനങ്ങൾ നോക്കിയിട്ട് എനിക്ക് തന്നു. ആൾ ഓരോന്നിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനതെല്ലാം കേട്ട് മനസ്സിലാക്കി. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, നമുക്കൊരു വ്ളോഗ് ചെയ്യാം, നമ്മുടെ ചേട്ടായിമാരെല്ലാവരും കാണട്ടെ, നമ്മുടെ പാലക്കാട് നേരെ എല്ലാവർക്കും ആവശ്യക്കാർക്ക് ഒന്ന് മേടിക്കും ചെയ്യാമല്ലോ എന്നുള്ളൊരു ഫേസിലാണ് നമ്മുടെ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ കൊടുത്ത് കഴിയട്ടെ കേട്ടോ, നോക്കിയിട്ട് ഇത് കൊണ്ട് എന്ത് മീൻ പിടിക്കാനാണ്? ഓരോ പറ്റി ചോദിക്കണ്ടാവും. ഇതൊന്നര പൊക്കിയുള്ളപ്പോൾ ഇതൊക്കെ പറല് പിടിക്കാനാണ്, പറല് കരിമീൻ ഇതിൽ പെടും. ഇതിനെക്കാളും ഒരു ഐറ്റം ഉണ്ട് പൊടി. അത് സാധനം കഴിഞ്ഞു. ഒന്നൊന്നര പ്രത്യേകത, അടിപൊളി. ഇതാണ് ഈയക്കട്ട. അപ്പോൾ നൈസായിട്ട് മേടിച്ച് ഓരോരുത്തർ പോകുന്നു. ഗൂഗിൾ പേയിൽ പൈസ എല്ലാം കയറ്റി കൊടുത്ത് പുള്ളിക്കാരൻ. അപ്പോൾ അങ്ങനെ ഇതായി. ഇത് കഴിഞ്ഞ് നമ്മൾ അവിടെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സെറ്റുണ്ട്. ഒക്കെ നല്ല വൃത്തിയായിട്ട് അടുക്കി നീറ്റായിട്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന നല്ല ചന്തം ഉണ്ടായിരുന്നു. ഓരോ കളറിൽ ഓരോ ഡിസൈനിൽ ഉള്ള ഞരമ്പുകളാണ്. വണ്ണം കൂടിയത് മുതൽ വണ്ണം കമ്മിയുള്ള നെയ്സ് വരെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൊക്കികൾ, ചെറിയ കണ്ണിലിട്ടോ കരക്കാത്ത ചെറിയ കുഞ്ഞു കൊക്കി മുതൽ വലിയ കൊക്കി വരെ ഉണ്ട്. ഓരോ സൈസുകളുണ്ട്. 40 സൈസ്, 50 സൈസ്, 60 സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. അതിങ്ങനെ ഓരോന്ന് കണക്കാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. വെറൈറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ആൾ കൊടുക്കുന്നുണ്ട്. ചേട്ടായിമാരെ ഒരു രക്ഷയില്ല. നമ്മളെ കൊക്കിയും ഞരമ്പും കാര്യങ്ങളും മേടിക്കാനായിട്ട് നമ്മൾ വന്നു. കുറച്ച് ടീമുകൾ മേടിച്ചു, അവർ പോയി. പിന്നെ ഒരു ടീമുകൾ ഇവിടെ ഉണ്ട്. അപ്പോഴേക്കും വേറൊരു ടീമുകൾ മേടിച്ച് അവിടെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം മഴ കൊണ്ട് രക്ഷയില്ലാണ്ട്, മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും പെട്ടു, കോട്ടൊന്നും എടുത്തിട്ടില്ല.
നമ്മൾ ബാങ്കിലേക്കായിട്ട് വന്നതാണ്. അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമ്മൾ ചുളിവിൽ നമ്മൾ എന്നാൽ പിന്നെ മീൻ പിടിക്കണതിൻ്റെ ഞരമ്പ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാടി വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോകാൻ വഴിയില്ല, ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം എന്തായാലും മഴ പോകാതെ നമുക്ക് പോകാനും പറ്റില്ല. മഴത്ത് നല്ല മഴയുണ്ട്, നല്ല കിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യാ നനഞ്ഞു. ഏട്ടാ വരെ നമ്മുടെ ഞരമ്പിനെ കുറിച്ച് നമ്മുടെ ഏട്ടൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ആള് ടൗണിൽ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ചെയ്യണല്ലോ നമ്മൾ എത്ര കുറേയല്ലേ? ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ എൻ്റെ പ്രായം വരെ ആയിട്ടുണ്ട് ആൾ ഇവിടെ ടൗണിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ നിസ്സാര ഞരമ്പ്, വലകൾ, അതുപോലെ കൊക്കികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ സീസണിൽ മാത്രമുള്ളതല്ലോ, എല്ലാ സമയത്തും എല്ലാ ദിവസവും എല്ലാ സമയത്തും ഉണ്ട്. എന്താ വെച്ചാൽ ഈ മഴ സമയത്ത് മാത്രം വിഷുവിന് 2 ദിവസം ലീവ് ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ട്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് മഴക്കാലം ആയി കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ചൂണ്ട, ഞരമ്പ് കാര്യങ്ങൾ പോകില്ലേ, അല്ലാത്ത സമയത്ത് പിന്നെ കൊതുവല, കിണറുവല, പിന്നെ കിണർ വല, കൊതുവല, അങ്ങനെയുള്ള ഐറ്റംസ് ആയിട്ട്, പന്തലിന്റെ അങ്ങനെയുള്ള ഐറ്റംസ് ആയിട്ടാണ് പോണത്. അപ്പം നമ്മളിപ്പോൾ നമ്മൾ മീൻ പിടിക്കാനുള്ള പരിപാടിയുമായിട്ട് അപ്പോൾ നമ്മൾ ഞരമ്പ് മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു നമ്മുടെ കടയിൽ. അപ്പോൾ ആള് കുറച്ച് കുട്ടികൾ സാധനം മേടിക്കണ്ടായിരുന്നു, അപ്പോൾ അവർ മേടിച്ചിട്ട് ഇപ്പോൾ പോയി. അപ്പോൾ നമ്മൾ ഈ ഞരമ്പിനെ കുറിച്ചിട്ട് നോക്കിയപ്പോൾ ഞരമ്പ് ചെറിയ ഞരമ്പ്, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഞരമ്പ് നല്ല വണ്ണമുള്ള ഞരമ്പാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒക്കെ മോഡൽ മാറിയിരിക്കും, ചെറിയ നൈസ് ഞരമ്പാണ്. അപ്പോൾ നല്ല ബലമുണ്ട്. അതൊക്കെ 10 കിലോ മീൻ വരെ പിടിക്കാം ഞരമ്പിൽ, 35 കിലോ വരെ പിടിക്കാമെന്ന് പറയുന്നത് നമുക്കറിയില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഞരമ്പ് കാണിച്ചു തരാം. അപ്പോൾ ആൾ കാണിച്ചു തരാൻ പോകണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതൊന്നെ ഇട്ടാ ചുരുക്കമോ ഒന്നും ഉണ്ടാവില്ല, എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും. ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ പിന്നെ ഇത് കടിച്ചു തിന്നുമ്പോൾ പൊട്ടും. കടിച്ചാൽ പൊട്ടും. കടിച്ച പൊട്ടുമ്പോഴും അമ്മ വലിച്ചാൽ വരുന്നില്ല കേട്ടോ, നല്ല ബലമുണ്ട്. അവൻ 10-20 കിലോ മീൻ പെടുന്നതാണ്. കടിച്ചാൽ പൊട്ടുണ്ട് അല്ലേ? അങ്ങനെ പൊട്ടിയാൽ നല്ലതിന് അർത്ഥം, പൊട്ടിയാലും നല്ലത്. മറ്റൊരു ഐറ്റം കണ്ടുപിടിക്കാൻ പൊട്ടിയാ നല്ലതിന് അർത്ഥം. കടിച്ചു കഴിഞ്ഞാൽ പൊട്ടിയാൽ നല്ല ഐറ്റം, നല്ല ഐറ്റം. ഇല്ലാട്ടി നരമ്പ് ചതങ്ങിയ ഡ്യൂപ്ലിക്കേറ്റ് മോശമാണ് നരമ്പെന്ന് അർത്ഥം. ഇപ്പോൾ നമുക്ക് ചുരുക്കമില്ല, ഒരു ചുരുക്കം ഉണ്ടാവില്ല. ഇത് ഈ സൈസിൽ ചെറുതെല്ലാം കാണിച്ചു തരാം. ഇതിൽ 10 കിലോ വരെ പെടുന്ന പറയണത്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സംഭവം സെറ്റ് സാധനമാണ് അല്ലേ? ഇതുകൊണ്ട് പാർട്ടികൾ വന്നിട്ട് നമ്മുടെ 13-15 വാങ്ങുന്ന ആൾക്കാർ ഈ ഐറ്റങ്ങളാണ്. അവരുടെ വില കൊണ്ട് എവിടെ ഇട്ട് കഴിഞ്ഞാലും സാധനം വലിച്ചു കയറ്റാം. നമ്മളെന്തായാലും ഇതുകൊണ്ട് ഒരു മീൻപിടുത്തുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മളാളുടെ വിളിച്ചത് മറ്റേത് നമ്മൾ വടിയിൽ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വടി അങ്ങനെ ആ വടിൻ്റെ ഷേപ്പ് പോലെ തന്നെ ചൂണ്ടിട്ടേ ഇരിക്കും. ഇത് വന്നിട്ട് നമ്മൾ എത്ര ചുറ്റിക്കഴിഞ്ഞാലും നെയിലോൺ, ഒറിജിനൽ നെയിലോൺ ആയതുകൊണ്ട് അങ്ങനെ തന്നെ സ്പ്രിങ് പോലെ പിന്നെ നോർമലി ലെവലിൽ തന്നെ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം നമ്മളെന്തായാലും കുറച്ചുകൂടെ ഞരമ്പ് മേടിക്കാൻ പോകും. ഞരമ്പും കൊക്കിയും നമ്മൾ മീൻ പിടിച്ച കാലമൊക്കെ കുറേ ആയി കണ്ടിട്ട്, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇപ്പം നമ്മൾ നമ്മുടെ വ്ളോഗിൻ്റെ ആവശ്യത്തിന് വേണ്ടി വലിയ കട്ടില പിടിക്കാനുള്ള പരിപാടിയിൽ നമ്മൾ പുഴയ്ക്ക് പോകുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള പരിപാടിക്ക് നമ്മുടെ ആളുടെ നിന്ന് മേടിച്ചതാണ്. ഇവിടെ സകല പിള്ളേരും ഇവിടെ വന്ന് സാധനം മേടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചു ആരും മേടിക്കുന്നില്ല എന്ന്. ഇതിൻ്റെ ട്രൈസുള്ള ആളുകൾ ഒരുപാടുണ്ട്, നമുക്കില്ലാന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ട്രൈസുള്ള ആൾക്കാരുണ്ട്. മഴയായി കഴിഞ്ഞാൽ വലയും കാര്യങ്ങളും അത് ഇത് പറഞ്ഞ് മേടിച്ചിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്കും കുറച്ച് മേടിക്കാം. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് നമ്മളെന്തായാലും നിറയെ മേടിക്കാൻ പോകുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ചേ മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യം. അപ്പോൾ കുറച്ചെടുത്ത് തരും, എന്തായാലും ആവശ്യത്തിന് എടുത്ത് തരും. നല്ല മഴയുള്ളതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആളുടെ കടയുടെ ഉള്ളിൽ കയറി നിൽക്കുകയാണ്, വേറെ വഴിയൊന്നുമില്ല, നല്ല മഴയുണ്ട്. 10 മീറ്റർ വരുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത് വരണ്ടാവും, വേറെ എവിടെയും പോയില്ല. അത് ശരിയാ. എന്താണ് മറ്റുള്ള പാട്ടിൽ ഇതിപ്പോൾ ഒരു അത്ര റിസ്ക് ആയിട്ട് ചെയ്യില്ല അവർ. അങ്ങനെയല്ലേ? വരുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത് വരണ്ടാവും, വേറെ എവിടെയും പോയില്ല. ഇപ്പോൾ ഞരമ്പ് കാണാൻ അത്രേ ഉള്ളൂ. സംഭവം ഇതും കൊണ്ടുവരുന്നത് ഓരോരോ ഏരിയയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് മീൻ പിടിക്കുന്ന സീസണിൽ സാധാരണ രീതിയിൽ കുറച്ചല്ലേ ഉള്ളൂ, അതിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഞരമ്പല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇവർ ഞരമ്പൊക്കെ സിൻസിയറായിട്ട് വളരെ സെറ്റപ്പായിട്ടൊക്കെ കണക്കാക്കിയിട്ടാണ് അവർ അവിടെ നിന്ന് കൊണ്ടുവരുന്നതെന്ന്. നമ്മളാണപ്പോൾ നിസ്സാരമായി കണക്കാക്കുന്നത് ഈ ഞരമ്പല്ലേ എന്ന് പറഞ്ഞിട്ട്. എവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾ? കോയമ്പത്തൂർ? ഇത് വന്നിട്ട് എറണാകുളത്തിൽ നിന്ന് വരാം, അതേമാതിരി പരപ്പനങ്ങാടി, എറണാകുളം, പിന്നെ വേറെ സ്ഥലങ്ങൾ. ശരിക്കും വന്നിട്ട് കടൽ തീരങ്ങളുള്ളവിടെ ആയിരിക്കും അല്ലേ? മെയിനായിട്ട് ഇപ്പോൾ ഈ നരമ്പ് ജർമ്മനിയുടെയാണ്. ജർമ്മനി എന്നൊക്കെ ഉണ്ടായി? ഇല്ലല്ല, അത് അവിടെ ഇതായിട്ട് വരുന്നത്. ഓ അങ്ങനെയാണല്ലേ? വീണ്ടും റിട്ടേൺ വന്നത് നിങ്ങളെ? നമ്മളൊരു ഏട്ടന്മാര് സാധനത്തിന്റെ റേറ്റ് ചോദിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ റിട്ടേൺ വീണ്ടും മേടിക്കണം വേണ്ടി വന്നിട്ട് അപ്പോൾ അവർ മേടിക്കാൻ നോക്കാം. അപ്പൊ ഇനി അടുത്ത സെലക്ട് കൊക്കികളാണ്. ഓരോരോ കൊക്കികളിൽ കാണുമ്പോൾ ഈശ്വര വലിയ വലിയ കൊക്കി മുതൽ കണ്ണിലിട്ട കരക്കാത്ത കൊക്കി വരെയാണ് ഇതിൽ കാണുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇത്ര വലുത് വേണം വേണ്ടല്ലോ, അതൊക്കെ വലിയ മീൻ പിടിക്കാനാണ്. നമുക്കൊക്കെ ആവറേജ് കൊക്കിന്റെ ആവശ്യമുള്ളൂ നമുക്കൊക്കെ.
പക്ഷെ ഇവിടെ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ നല്ല ബലത്തിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം മേടിക്കാതാ. ഇതെത്ര വലിയ മീനെ പെണ്ണാണല്ല? ആവറേജ് എന്ന് ഉദ്ദേശിച്ചാൽ ഒരു 3 കിലോ 4 കിലോ 3 കിലോ 4 കിലോ ഒക്കെ പെടുവോ? അതിൽ ചെറിയ മീനും പെടുമല്ലോ അല്ലേ? ചെറുത് വേണം. സ്റ്റീലിന്റെ വേണം. സ്റ്റീലിന്റെ നല്ലത്. ഇത് വന്നിട്ട് നിവർന്ന് വരില്ല. സ്റ്റീലിൻ്റെത് അത് ഒരു പ്രത്യേകത. ഇത് നൂറിന് വരില്ല, പൊട്ടില്ല, മോൾഡിങ് ആക്കി സംഭവം. ഓ ഇത് പൊട്ടില്ല സംഭവം അല്ലേ? നല്ല നൂറിന് വരില്ല അല്ലേ? പിന്നെ ഇത് സാധനം പീലി ഇങ്ങനത്തെ ഉണ്ടോ? ഫ്ലോട്ട് അടിപൊളി സാധനം. ബദാം പോലെ ഉണ്ട് കാണുമ്പോൾ, കളർ മാത്രം വ്യത്യാസം. അത് 200. ആ 1 മിനിറ്റ് എന്നെ തലയിലായിട്ട് എല്ലാം കൊടുക്കണ്ടാമേ. ഇതാണ് സംഭവം. ഇത് വന്നിട്ട് ഇത് പീലിയാണ്. സ്പൈഡർ കൊക്കി വരണ്ടാവും. എനിക്കൊന്നും വേണമല്ലോ. നമുക്ക് വെറൈറ്റി സംഭവം സെറ്റ് ചെയ്യണ്ടേ? വളർത്ത പിടിക്കില്ലേ? ആ നമുക്ക് പിടിക്കാം. ടൈറ്റായി ഇത് ഇട്ടിട്ട് വേണം കൊക്കിയ ഇതെല്ലാം കെട്ടാനും പിടിക്കാനും. കെട്ടിയിട്ട് ഇടാൻ പറ്റില്ല. ഫസ്റ്റ് ഇത് ഇങ്ങനെ ഏത് ഇത് 30 രൂപ ഒരു പീസ്. ആ ശരി, ഏതോളം തരാം. ഓ അപ്പോൾ ചേട്ടായിമാരെ നമ്മൾ സാധനങ്ങൾ പിള്ളേർ മേടിച്ചിട്ടൊക്കെ പോയി. മഴ ഏകദേശം കമ്മിയായിട്ടുണ്ട്. നമ്മളും കുറച്ച് മേടിച്ചു, ഒരു റോളും ഞരമ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കെട്ടാൻ അറിയില്ല. എന്താ കാര്യം ചോദിച്ചാൽ ഞാൻ പോരാ. അപ്പോൾ നമ്മൾ അതിൽ ഫൈലിയറാണ്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ ചോദിക്കണം. അപ്പോൾ അത് ആൾ കെട്ടിത്തരാന്നുള്ള ലെവലിൽ പറഞ്ഞിരിക്കും. ഇതേപോലെ കുടുക്ക് പോലെ എടുക്കുക. ആദ്യം ഞരമ്പ് ഫസ്റ്റോട്ട് കാണിക്കും. ആ ഞരമ്പ് എടുത്തിട്ട് ഇങ്ങനെ ഞരമ്പ് എടുത്തിട്ട് അതിനിങ്ങനെ കുടുക്ക് പോലെ എടുക്കുക. ഇങ്ങനെ കുടുക്ക് പോലെ എടുത്തിട്ട് നോക്കിയോ. കെട്ടാൻ അറിയാത്തവർ കെട്ടിപ്പടിക്കാനും കൂടി ഒരു അവസരമാണ്. ഞാൻ വേണമെങ്കിൽ ഞാൻ കെട്ടുമ്പോൾ വേറെ പറഞ്ഞുതരാം. ഇങ്ങനെ കുണുക്കിട്ട് എടുത്തിട്ട് ഞരമ്പിന്റെ കുണുക്കിട്ട് എടുത്തിട്ട് ഞരമ്പിന്റെ ഒട്ടി വെക്കുക. ഒട്ടി വെച്ച് ചെറിയ ഭാഗം ചെറിയ ഭാഗം ചുറ്റണല്ലേ? ആ ചെറിയ ഭാഗം ചുറ്റുക. വട്ടത്തി ചുറ്റാണ്. എടുത്തിട്ട് ഈ കുണുക്കിൽ കൂടി ഇടുക. ഈ കുണുക്കിൽ കൂടെ ഇടുക. അതൊന്ന് ഇതൊന്ന് വലിച്ചോളി. അപ്പോൾ ഇതിങ്ങനെ ഈ കുടുക്കി കൂടെ ഇട്ടിട്ട് നമ്മുടെ അടുത്ത് വലിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇതായിപ്പോ വലിക്കുക. അപ്പോൾ സംഭവം ഓട്ടിക്കാം. അപ്പോൾ കുടുക്ക് പോലെ ഇട്ടിട്ട് ആ കുടുക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വലിക്കുന്നതാണ്. ഇത് നല്ല ബലം ഉണ്ടാവില്ലേ? അപ്പോൾ നല്ല ബലമുള്ള ടൈപ്പാണ്. അത്യാവശ്യം എവിടെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ സാധനം ഇളകില്ല എന്നുള്ള ലെവലിലാണ് ഈ സാധനം. ഏത് കൊക്കിലാണ് ഇതേപോലെ കെട്ടുന്നതാണ് നല്ലത്. കെട്ടിക്കഴിഞ്ഞാൽ മീൻ എവിടെയും പോയില്ല, സാധനം നമുക്ക് കൈ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് കെട്ടിയിട്ടുണ്ട്. നമുക്ക് കെട്ടുമ്പോൾ നമുക്ക് ഇനി ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ലെങ്ത് ആണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് തീ കത്തിക്കാം. അങ്ങനെ കാച്ചി വിടുന്നത് നമ്മൾ തീ കൊണ്ട് കാച്ചി വിടുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഇങ്ങോട്ട് വിട്ട് വരാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അത് സംഭവം സെറ്റായിട്ടുണ്ട്. അത് സെറ്റായിട്ട് നമ്മുടെ കൊക്കി കെട്ടി കഴിഞ്ഞു. അപ്പോൾ ഈ കൊക്കി കെട്ടിയത് കൊണ്ടാക്കിയാൽ നമ്മൾ മീൻ പിടിക്കാൻ പോകണം. ഞാനിനി കെട്ടുന്നില്ല. അതായത് ആൾ കെട്ടിയ കൊക്കി കൊണ്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റി നോക്കാമല്ലോ. അപ്പോൾ ഈ ലെവലിൽ സെറ്റ് ചെയ്ത ആൾ കെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ എളുപ്പത്തിൽ കെട്ടാനും ബലത്തിൽ കെട്ടാനും കൂടിയുള്ള സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മേടിക്കട്ടെ. നമുക്കുള്ള എടുത്തോ, കുഴപ്പമില്ല. കൊക്കിയും ഇതായാലും കൊക്കി, ഇനി 2 കൊക്കിയും കൂടി നടത്തും. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഞരമ്പ് മേടിച്ചിട്ടുണ്ട്, ഈയം മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു വെറൈറ്റി ചൂണ്ട മേടിച്ചിട്ടുണ്ട്. അത് വേണ്ട സ്പ്രിങ് പോലെ സ്പൈഡർമാൻ പോലത്തെ സാധനമാണ്. അത് നമുക്ക്
മീൻ പിടിക്കുന്നത് നമുക്ക് പിന്നെ കാണിക്കാം. അത് നമുക്ക് എടുത്ത് കാണിക്കാം. ഇതാണോ സൈഡ് അതൊന്നും എടുത്ത് വെളിയിൽ കാണിച്ചതാണ്. എന്തായാലും ഇപ്പം തന്നെ കാണിച്ചു തരാം. നിങ്ങൾ വേഗാറാണ്ട, നിങ്ങൾ അറിയട്ടെ. നിങ്ങൾ അറിഞ്ഞാലേ ഇതൊക്കെ നമുക്ക് സെറ്റാവുള്ളൂ. ഇത് കാണുമ്പോൾ പിള്ളേർക്ക് കളിപ്പാട്ടം പോലെ ഉണ്ട്, കിളികൾ എന്ന് പറഞ്ഞ പോലെ. അതല്ലാത്ത സാധനം ഫുള്ള് ചുറ്റും കൊക്കികളാണ്. ഇത് വെച്ചിട്ട് ഫുള്ള് മാവൊക്കെ ചുറ്റി സെറ്റാക്കിയിട്ടൊരു പരിപാടി ഉണ്ട്. ആ പരിപാടി നമുക്ക് അപ്പം കാണിക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ചൂണ്ടയാണ്. ഇത് നമുക്ക് വെച്ച് നല്ല വളർത്ത് മീൻ, വലിയ വലിയ മീനൊക്കെ പിടിക്കാനുള്ള സെറ്റുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് അതും നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടി മേടിച്ച് നമ്മൾ സെറ്റാക്കിയിട്ട് ഒരു ലെവലിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കട എവിടെയാണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്? പാലക്കാട് എവിടെയാണ്? പാലക്കാട് ശകുന്തള ജംഗ്ഷൻ തുണിക്കടയുടെ തൊട്ടിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണും നമ്മുടെ അണ്ണനാണ്. പുത്തൂരിലെ അണ്ണനാണ്. ആളുടെ വീട് ഞാൻ ചോദിച്ചപ്പോൾ പുത്തൂരാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ പുതുശ്ശേരിയിലെ പുത്തൂരല്ല, പുതുശ്ശേരിയാണ് ആളുടെ വീട്. ഇവിടെ വലകൾ, കാര്യങ്ങൾ, നമ്മുടെ മീനിന് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേഗം വന്നാൽ പമ്പ്, ഇപ്പോൾ പെട്രോൾ പമ്പ് പൂട്ടിക്കിടക്കണ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്ന് മേടിക്കുക. അപ്പോൾ ഓക്കെ ബൈ, ഞങ്ങൾ പോകുന്നു.